ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ട് ഏത് ഫ്ലേവർ ആണെന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ആണ് ഉള്ളത്. പ്രോബ്ലം നമ്പർ 1, നമുക്ക് ഈ ചലഞ്ച് കിഡ്സ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കയ്യിൽ പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് പഠിക്കാനൊക്കെ വർത്തായിട്ടുള്ള രീതിക്ക് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോണം. പഠിക്കാൻ ആവശ്യമുള്ള രീതിക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ ഒരു കടയിൽ പോയി വാങ്ങിച്ച് അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത്. പ്രോബ്ലം നമ്പർ 2, സ്കൂൾ ടൈം കഴിഞ്ഞുകൊണ്ട് പിള്ളേരെ അവരെ കിട്ടുവാന്ന് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഒരു കൊച്ചിനെ കണ്ടുപിടിക്കണവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും നമുക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഒരാൾ വന്നത് ആരാന്ന് കണ്ട. എടാ നമുക്ക് സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ചെറിയൊരു സബ്സ്ക്രൈബർ നമ്മളൊരു കുഞ്ഞു പിള്ളേരുടെ വീഡിയോ എടുക്കുമായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ? കുഴപ്പമില്ലല്ലോ. നമുക്ക് ഒറ്റക്കാണ് നമ്മ കുഞ്ഞു പിള്ളേരുടെ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണം. ഇനി നമ്മളുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണം. നമുക്ക് കുഞ്ഞു പിള്ളേരുടെ ഒരു ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചെക്കനെ തന്നെ കിട്ടി. അതും നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. ഇനി നമുക്ക് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണം. മുട്ടം പണിയാണ്, ചലഞ്ച് ചെയ്യണം. നമുക്ക് സമയമുണ്ടോ നിനക്ക്? ഓക്കെ, സെറ്റ്. ഫൈനലി ഗൈസ്, നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബറിനെ വെച്ചാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോണത്. സോ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണാണ്. അതിനു മുന്നേറ്റ് ചലഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു പിള്ളേരുടെ ഒരു ചലഞ്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ചലഞ്ചിന്റെ വിന്നിങ് ഇതായിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ആൾക്കാർ കാണുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പിള്ളേരോട് ഇത് വരും. ഓക്കെ, അപ്പൊ അത് കാരണം ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചലഞ്ച് ഇതാണ്. നിന്റെ കണ്ണ് മൂടിക്കിട്ടും. ഐസ്ക്രീം ഇതെല്ലാം നിനക്ക് കഴിക്കാം. നിനക്ക് വേണമെങ്കിൽ വേറെ ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരാം. ഇത് ഞാൻ വെക്കണ ഐസ്ക്രീം പൊട്ടിച്ച് കൈ തരും. അത് സിപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഏത് ഫ്ലേവർ ആണെന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ മാത്രം മതി. സെറ്റ്. നമ്മ ചലഞ്ച് ഇവന്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് നേരെ ഇവനെ കണ്ണ് കെട്ടാം. വാ കെട്ടരുതല്ലേ? ഓക്കെ അല്ലേ? നീ സെറ്റ് അല്ലേ? നമ്മളിവിടെ 1, 2, 3, 4, 5 ടൈപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇവിടെ ബോക്സ് സെറ്റ് ചെയ്തിട്ടില്ല. ചെക്കൻ ഇവിടെ നമ്മ കണ്ണ് കെട്ടി ഇരുത്തേക്കരുത്. എന്താ നടക്കുന്നതെന്ന് ഇവൻ അറിയാൻ പാടില്ല. പിടിച്ചോ. ഇത് നീ ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണെന്ന് നിനക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? ടേസ്റ്റ് ചെയ്തോ പറ്റുമോ? ഏതാണ്? ഗ്രീൻ ആപ്പിൾ. കറക്റ്റ് ആൻസർ. എവിടെ? ഗ്രീൻ ആപ്പിൾ. കറക്റ്റ്, ഗ്രീൻ ആപ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നീനക്ക് തന്നെ പൊട്ടിച്ച് കഴിക്കാം. ഓക്കെ, അവൻ അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. കണ്ണൊന്നും കാണാൻ പറ്റില്ലല്ലോ നിനക്ക്. ഇതെത്ര? 2. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 2. എടാ 2 കറക്റ്റ് ആണോ? നിനക്ക് കാണാൻ പറ്റണോ ശരിക്കും? ഓക്കെ, നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോണേണ്. നെക്സ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഇതാണ് നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത്. പറ. ഓറഞ്ച് അല്ല. നീ ട്രൈ ചെയ്തു. ഇനിയും പറഞ്ഞോ. പൈനാപ്പിൾ. യെസ്, കറക്റ്റ് ആൻസർ. അപ്പൊ രണ്ടാമത് പറഞ്ഞേക്കണത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കണത്. ഇതും നമ്മൾ നേരെ ഇതിന്റെ അകത്തേക്ക് വെക്കുകയാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ടാസ്ക് ആണ്. ഇതിപ്പോ 2 എണ്ണം ഇവ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കയ്യിൽ 2, 3, 4, 5 എണ്ണമാണ് ഉള്ളത്. ഇതിൽ ഇവൻ 3 എണ്ണമെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. സോ ഇത് നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞ 4, 2, 4, 5, 6 എണ്ണം ഇട്ടാ. അപ്പൊ ഓക്കെ, ഇത് ഈസി ആയിട്ട് പറയുമെന്നാണ് എനിക്ക് തോന്നണേ. കമോൺ. ഗ്രേപ്പ്. യെസ്, കറക്റ്റ്. എടാ സീൻ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയണതെല്ലാം തൊട്ടതെല്ലാം പൊന്ന് എന്ന് പറയണത് പോലെ തന്നെ ഇവൻ പറയണതെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇപ്പൊ ഇവൻ 3 എണ്ണം പറഞ്ഞ് 3 എണ്ണവും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മ പൊട്ടിച്ച് കഴിക്കാൻ പോണേണ്. ഓക്കെ, ലെമൺ. ഇവിടെ കറക്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. സബ്സ്ക്രൈബർ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ ബുദ്ധിയാണ് ഇവന്. നെക്സ്റ്റ് ഓക്കെ, അപ്പൊ അടുത്ത ഏറ്റവും ലാസ്റ്റ് 6 എണ്ണം ഉണ്ടായിരുന്നു. 6ാമത്തെയാണ് ഇവനെ നോക്കാൻ പോണേടാ. ഇതും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ഫുൾ ഓൺ. ഓറഞ്ച്. കറക്റ്റ് ആൻസർ. എടാ അതിന് കണ്ണുറന്നോ അതൊക്കെ എടുത്ത് മാറ്റിക്കോ. എണീക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഇവനിവിടെ മൊത്തത്തിൽ 6 എണ്ണം ഉണ്ടായിരുന്നു. 6 എണ്ണം ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വന്നിരിക്കുകയാണ്. എടാ ഇതൊക്കെ എടുത്ത് കഴിച്ചോ. നീയും കഴിച്ചോ. ഓക്കെ, അവന് ഞാൻ പിന്നെ കൊടുക്കാം. അപ്പൊ ഇത് ഇവനിവിടെ കറക്റ്റ് ആയിട്ട്
1 സെക്കൻഡ്. ഇവൻ ഇവിടെ മൊത്തം നമുക്കിവിടെ ടോട്ടൽ 6 ഉണ്ടായിരുന്നു. ഒരെണ്ണം നേരെ ഇന്ത്യ അകത്തിരിപ്പുണ്ട്. ഇതെല്ലാം കഴിക്കാം. ഇനി നിനക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ഇനി ഇവൻ ഐസ്ക്രീമും കൊടുക്കും. ഇത് കൂടാതെ നിനക്കൊരു ഷവർമ കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? നമുക്ക് പോയി കഴിക്കാമല്ലോ ഷവർമ. സബ്സ്ക്രൈബറിനെ കാണുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ഷവർമ വാങ്ങിച്ചു കൊടുക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവരായിട്ട് പോയിട്ട് നമ്മളൊരു ഷവർമ എന്തായാലും മേടിച്ചിരിക്കുന്നതാണ്. അത് കൂടാതെ പ്ലേ ബട്ടൺ നമുക്ക് ഇവിടെ വെച്ച് എന്തായാലും അൺബോക്സ് ചെയ്യാം. പിള്ളേർക്ക് വേണ്ടിയുള്ള ചലഞ്ച് ആയിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിടിച്ചോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 1,00,000 സബ്സ്ക്രൈബർ ആകുമ്പോൾ കിട്ടുന്ന പ്ലേ ബട്ടൺ നമുക്കിപ്പോ 3,40,000 സബ്സ്ക്രൈബർ ആയ സമയത്ത് പ്ലേ ബട്ടൺ നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ ഇത്രയും നാളും ഈ പ്ലേ ബട്ടൺ കൈ കൊണ്ട് നടക്കുമായിരുന്നു സബ്സ്ക്രൈബറിനെ കാണുമ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബർ ഒരു ചക്രം കിട്ടിയിട്ടുണ്ട്. ഇന്നാ നീ അൺബോക്സ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബറിനെ കൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോണത്. ഇപ്പൊ നമ്മളുടെ പ്ലേ ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെയും കൂടി കട്ടിയടാ, ഇവിടെയും കൂടി കട്ടി. ഇതുവരെയായിട്ടും നമ്മൾ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു. പ്ലേ ബട്ടൺ വന്നിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കണേണ്. പൊക്കിയടാ നീ കയ്യിൽ നിന്ന് വിട്ടാ. യെസ് യേ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരട്ടെ. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ജയിച്ച് വാങ്ങിച്ച ഗിഫ്റ്റ് നമ്മ ഇവന് കൊടുത്തിട്ടുണ്ട്. പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് എന്റെ പോലെ ഇന്ന് മൊത്തം ഹാപ്പിനെസ് ആയിരുന്നു. നമുക്കൊരു പണി ചെയ്യാം. ഒരു ഷവർമ പാഴ്സലും കൂടി കൊടുത്തു വിടാം. സെറ്റ്. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷവർമ പാഴ്സൽ വേണം. ഇല്ലെങ്കിൽ നിനക്ക് 2 ഷവർമ പാഴ്സൽ കൊണ്ടുപോകണം. മതിയാ? അങ്ങനെയാണെങ്കിൽ 2 ഷവർമ പാഴ്സലാക്കാം. അതാകുമ്പോ വീട്ടിൽ പോയിരുന്ന് കഴിക്കാമല്ല. സെറ്റ്. എന്റെ പൊന്നെ, ഇവൻ ഇപ്പുറത്ത് വന്നിറങ്ങിയല്ലേ ചേട്ടാ. അതായത് തൊപ്പടി ഇവിടെ വന്നിറങ്ങിയല്ലേ നീ. അവൻ അവിടെ നിന്ന് ഓടി വന്ന് സെറ്റ്. അപ്പൊ പിന്നെ നമ്മളിത് ഇത് കഴിഞ്ഞിട്ട് പാഴ്സലും മേടിച്ചിട്ട് അധികം താമസിക്കാതെ തന്നെ ഇവനെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കും. അവനാണ് എനിക്കിപ്പോ മൈക്കൊക്കെ പിടിച്ചു തരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 ഷവർമ. എനിക്കാണെങ്കിൽ സബ്സ്ക്രൈബർ വന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഷവർമയും പാഴ്സലും മേടിച്ച് ഇവന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ട്. പിന്നെ അത് കൂടാതെ ഇവന്റെ വീട്ടിൽ ഒരു അനിയത്തിയായിട്ട് പറഞ്ഞപ്പോ അനിയത്തിക്ക് ഇവനും കൂടി പിന്നെ പെനി വന്ന് പിന്നെ ഐസ്ക്രീമും കൂടി വാങ്ങിച്ച് അവൻ വീട്ടിൽ കൊണ്ടാക്കി. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ബിഗ് താങ്ക് യു. ഇപ്പൊ തന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.